ഇറാനിൽ യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന യുദ്ധം രണ്ടാഴ്ച പിന്നിടുകയാണ്. ഇതിനോടകം ഇറാഖിലെ 5000 കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതായാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ അപ്പോഴും അമേരിക്കയോ ഇസ്രായേലോ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമുണ്ട് ഇറാനിൽ. അത് ഖാരിജ് ദ്വീപാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത് ഇറാനെ ഇല്ലാതാക്കാനും തകർക്കാനുമാണ് അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നത് എങ്കിൽ ആദ്യത്തെ ബോംബ് വീഴേണ്ടത് ഖാരിജ് ദ്വീപിലായിരിക്കും. പക്ഷേ എന്നിട്ടും അമേരിക്ക ഖാരിജിനെ ലക്ഷ്യം വെക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര ലോകം ചിന്തിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില 2 അക്കം കടന്ന് 3 അക്കത്തിലെത്തിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടു പോയാൽ അത് പിടിച്ചു നിർത്തുക ബുദ്ധിമുട്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നന്നായി അറിയാം. ക്രൂഡ് ബാരൽ വില 3 അക്കം കടന്ന് മുന്നോട്ടു പോകാതിരിക്കാൻ ട്രംപ് നേരിട്ട് തന്നെ ഇറങ്ങി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഖാരിജ് ആക്രമണം ബുദ്ധിയാകില്ലെന്ന് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഖാരിജ്? എവിടെ സ്ഥിതി ചെയ്യുന്നു? എന്താണ് ഖാരിജിന്റെ പ്രത്യേകത? ലോകത്തിന്റെ പെട്രോൾ പമ്പ് എന്നറിയപ്പെടുന്ന ഹോർമൂസിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് ഖാരിജ് സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ ഗൾഫിന്റെ ഓർഫൻ പേൾ എന്നാണ് ഖാരിജ് ദ്വീപ് അറിയപ്പെടുന്നത്. ഇറാനിലെ ബഷർ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന 22 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ കുഞ്ഞൻ ദ്വീപ് ഇറാനികൾക്കിടയിൽ വിലക്കപ്പെട്ട ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. രഹസ്യങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന ഈ ദ്വീപ് സദാസമയം IRGC എന്ന ഇറാനിയൻ സേനയുടെ സുരക്ഷാ വലയത്തിലാണ്. ബഷർ തുറമുഖത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെയാണ് ഖാരിജ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേവലം 8 കിലോമീറ്റർ മാത്രം നീളത്തിലും 5 കിലോമീറ്റർ വരെ മാത്രം വീതിയിലും വ്യാപിച്ചു കിടക്കുന്ന ഖാരിജിന് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി സംരക്ഷണമൊരുക്കുന്നുണ്ട്. ഇറാനിയൻ എണ്ണ സംഭരണത്തിന്റെ പ്രധാന നാഡി എന്നാണ് ഖാരിജിനെ വിശേഷിപ്പിക്കുന്നത്. ഇറാൻ എണ്ണയുടെ 90% പുറത്തേക്കൊഴുകുന്നത് ഖാരിജ് ദ്വീപ് വഴിയാണ്. അഥവാ പ്രതിവർഷം 950 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇതുവഴി പുറത്തേക്കൊഴുകുന്നത്. ഇതുതന്നെയാണ് ഖാരിജിനെ തൊട്ടുനോക്കാൻ അമേരിക്ക മടിക്കുന്നതും. ഖാരിജിനെ ലക്ഷ്യമാക്കി ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന ഏത് തീരുമാനവും ഇറാൻ യുദ്ധത്തിന്റെയും ലോക എണ്ണ വിപണിയുടെ തന്നെയും ഗതി മാറ്റി നിർണ്ണയിക്കുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഉടനൊന്നും ഖാരിജിനെ തൊട്ടുള്ള ഒരു കൈവിട്ട കളിക്ക് അമേരിക്ക തുനിയാൻ സാധ്യതയുമില്ല. ഏകദേശം 1960-കൾ മുതൽ അഥവാ 6.5 പതിറ്റാണ്ടിലധികമായി ഇറാനിയൻ എണ്ണ വ്യാപാരത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഖാരിജ് ദ്വീപാണ്. 1960-ൽ അമേരിക്കൻ എണ്ണ കമ്പനിയായ അമോക്കോയുടെ സഹായത്തോടെയാണ് ഖാരിജിൽ നിന്ന് എണ്ണ ഖനനം ആരംഭിക്കുന്നത്. 1960 എന്നത് ഷാ ഭരണകൂടത്തിന്റെ ഭരണകാലയളവാണ്. അന്നത്തെ ഷാ ഭരണകൂടം അമേരിക്കയ്ക്കൊപ്പമായിരുന്നു എന്നുകൂടി ഇതോടൊപ്പം ഓർക്കണം. പ്രതിദിനം 7 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ വരെ ഖാരിജിൽ നിന്ന് ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ തീരത്ത് നിന്ന് 25 കിലോമീറ്ററിലേറെ അകലെയുള്ള ഖാരിജ് ദ്വീപിലാണ് രാജ്യത്തെ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള പൈപ്പുകളിൽ മഹാഭൂരിപക്ഷവും അവസാനിക്കുന്നത്. ഇവിടെ വെച്ചാണ് കപ്പലുകളിൽ കയറ്റിപ്പോകുന്നതും. അമേരിക്കൻ കമ്പനിയായ അമോക്കോ സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ 1979-ലെ വിപ്ലവകാലത്ത് ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു. ഇറാൻ തീരങ്ങളിലേറെയും കപ്പലുകൾ അടുപ്പിക്കാനാകാത്ത വിധം ആഴം കുറഞ്ഞതോ എക്കൽ നിറഞ്ഞതോ ആണെങ്കിൽ ഖാരിജിലേത് ആഴം കൂടിയവയാണ്. ശരാശരി 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെ എണ്ണ പ്രതിദിനം ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഖാരിജിൽ 1.80 കോടി ബാരൽ കരുതൽ ശേഖരമായും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാകും അമേരിക്ക ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇറാനിൽ നടത്തിയിട്ടും ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ആസ്ഥാനമായ ഖാരിജ് ദ്വീപിനെ ലക്ഷ്യമിടാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മുകളിൽ പറഞ്ഞ കണക്കുകളിൽ തന്നെയുണ്ട്. ആ കണക്കുകൾ ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ആഗോള എണ്ണ ശേഖരത്തിന്റെ 11.8% ഇറാനിലാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ആസ്ഥാനം ഖാരിജ് ദ്വീപാണ്. അതുകൊണ്ട് തന്നെ ഖാരിജിന് നേർക്കുണ്ടാകുന്ന ഏതൊരു സൈനിക നീക്കവും ഖാരിജിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിലയ്ക്കാൻ ഇടയാക്കും. അതോടെ എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരും. പിന്നീട് അത് പിടിച്ചു നിർത്തുക അസാധ്യമാകും. ആഗോള എണ്ണ നീക്കം തടസ്സപ്പെടും. ഇത് ലോകത്താകെ എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കുകയും ഉൽപാദന മേഖല പോലും തടസ്സപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ ശനിയാഴ്ച ഇറാനിലെ 2 എണ്ണ സംസ്കരണശാലകളിലും 2 എണ്ണ ഡിപ്പോകളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അതേ തുടർന്ന് ഇറാൻ തലസ്ഥാന നഗരമായ ടെഹ്റാൻ കറുത്ത പുകയാൽ മുങ്ങിയ സംഭവത്തിന് ശേഷം എണ്ണ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല. അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ കൂടി കണക്കിലെടുത്താണ് നീക്കമെന്ന് വിദഗ്ധർ കരുതുന്നു. നിലവിൽ ആഗോള എണ്ണ നീക്കത്തിന്റെ പകുതിയിലധികവും നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് പകുതിയോളം അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനുശേഷം
ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്ന് കുതിക്കുകയുമാണ്. ഇത് ഖാരിജ് കൂടി ആക്രമിക്കപ്പെടുന്നതോടെ ബാരലിന് $150 എന്ന നിരക്കും പിന്നിട്ട് കുതിക്കാൻ ഇടവരുത്തും. ഹോർമൂസ് ഭാഗികമായി അടച്ചതിന് ശേഷം ബാരലിന് വില $20 വർദ്ധിച്ചത്. ഇനിയൊരു വർധനവ് കൂടി ഉണ്ടായാൽ അത് ലോകത്തിന്റെ ആകെ പെട്രോളിയം വില വർധനവിന് കാരണമാകും. അത് ഏറ്റവും രൂക്ഷമായി ബാധിക്കാൻ പോകുന്നതും ഇന്ത്യയെ പോലുള്ള ഉപഭോക്തൃ രാഷ്ട്രങ്ങളെയാകും. നിലവിൽ ഇന്ത്യയിലെ എണ്ണവില പെട്രോൾ ലിറ്ററിന് 106 രൂപയാണ്. ക്രൂഡ് ബാരൽ വില 60 ആയപ്പോഴുള്ള നിരക്കാണ് ഇത്. ബാരൽ വില 100 കടന്ന് ഇനിയും മുന്നോട്ട് കുതിച്ചാൽ ഇന്ത്യയിലെ അടക്കം എണ്ണവില എവിടെ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതേസമയം ഖാരിജ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവും US-ന് ഇല്ലാതില്ല. ഇറാനിൽ കരസേനാ നീക്കം ലക്ഷ്യമിടുന്നതായി നേരത്തെ US പ്രതിരോധ സെക്രട്ടറി ഹെക്സേത്ത് സൂചന നൽകിയിരുന്നു. നിലവിൽ ഇറാനിൽ നിന്ന് മാത്രമല്ല, പരിസരത്ത് ഇറാഖിൽ നിന്ന് പ്രതിദിനം 35 ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതിയും നിലച്ചുകിടക്കുകയാണ്. ഖാരിജിനെ തകർക്കുന്നതോ പിടിച്ചെടുക്കുന്നതോ ഉണ്ടാക്കാവുന്ന പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അതിവേഗം മറികടക്കാനാകില്ല എന്നാണ് ആശങ്ക. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട ഖാരിജ് പിടിച്ചെടുക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന നടപടിയിലേക്ക് ട്രംപും കൂട്ടരും കടക്കാത്തത്.